ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യുക. മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. ഞാൻ നേരത്തെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മോയ്സ്ചറൈസർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇപ്പം 2-3 ടിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലിപ്പിൽ കുറച്ച് ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലിപ് ബാം നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലിപ് ബാം ഇടുന്നില്ല. അപ്പോൾ കുറച്ച് ലിപ് ബാമും കൂടി ചുണ്ടിലിടുക. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺക്രീം തേക്കാം കേട്ടോ. സൺക്രീം ഇടാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ സീനായിരിക്കും. ഭയങ്കരമായിട്ട് നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സൺടാനൊക്കെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് സൺക്രീമും കൂടെ ഇടാം കേട്ടോ. നമുക്കിനി അടുത്തത് കുറച്ച് ഫൗണ്ടേഷനും കൂടെ ഇടാം കേട്ടോ. ഈ കളർ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്, പിമ്പിൾസിൻ്റെ കുറച്ച് ഇതാണ്. ഇപ്പം കുറച്ച് ഫൗണ്ടേഷനും കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പ് കഴിയും കേട്ടോ. ഓക്കെ, അടയുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കാറ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പിമ്പിൾ 2 വന്ന ഇവിടെ ഒരു കാര്യമില്ലാതെ എന്നെ തോണ്ടി അവിടുത്തെ അത്രയും ഭാഗത്ത് തൊലിയൊക്കെ പൊടിപ്പോൾ വല്ലാത്തൊരവസ്ഥയിരിക്കുക. കാര്യമില്ലായിരുന്നു. 2 ദിവസം കൊണ്ട് പോകേണ്ട ഒരു പിമ്പിളായിരുന്നു. വെറുതെ അതിനായിട്ട് തോണ്ടാൻ പോയിട്ട് അത് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി. എന്നിട്ട് അവിടുത്തെ തൊലിയൊക്കെ പോയിട്ടിപ്പം നല്ല ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ടിരിക്കുക കേട്ടോ. അപ്പം അത് സെറ്റ്. ഇനിയിപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഞാൻ ഫൗണ്ടേഷൻ്റെ പൗഡർ ഇടുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല. കാരണം അല്ലെങ്കിൽ മേക്കപ്പ് ഇടുമ്പോൾ ആ ഒരു ഗ്ലോ ഒക്കെ പോകുന്നപോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ്റെ പൗഡർ ഇടുന്നില്ല. ജസ്റ്റ് ഇതുപോലെ നമ്മുടെ പൗഡറില്ല, സാധാ പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഹൈബ്രോ ഒന്ന് ഫില്ല് ചെയ്യും. ഹൈബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആദ്യം എഴുതാനായിട്ട് എടുക്കരുത് കേട്ടോ. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ലൈൻ കറക്റ്റ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. ഈ ഒരു ഇവിടെ മാത്രം ഞാൻ ഇച്ചിരി കളർ കൂട്ടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ബ്ലാക്ക് കളറുള്ള ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ഹൈബ്രോ ഫില്ല് ചെയ്യുന്ന ഇഷ്ടമാണ്. ചിലർ ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്യത്തില്ല. ചിലർക്ക് ബ്രൗൺ ചെയ്യും, ചിലർക്ക് ബ്ലാക്ക് ചെയ്യും. പക്ഷേ എനിക്കിഷ്ടം ബ്ലാക്കാണ്. ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് പുരിയും ഫില്ല് ചെയ്യാറ്. ചെറിയ ലൈനാക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്നാക്കി കൊടുക്കാം. പുരികം നമ്മൾ കറക്റ്റായിട്ട് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗി വരും കേട്ടോ. പുരികം സൂപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിൽ കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് ഉണ്ടാകത്തില്ല. പുരികം സൂപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് തന്നെ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് പുരികമായിരിക്കും. മെയിനായിട്ട് വരേണ്ടത് പുരികം ക്ലിയർ ആണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ പുരികം നമ്മൾ എഴുതുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. പുരികത്തിൻ്റെ ആ ഒരു ഭംഗി പോകാതുകൊണ്ട് ഹൈബ്രോ ഫില്ല് ചെയ്യുക. മെഷി വെച്ചിട്ട് തന്നെ നമ്മുടെ കണ്ണിന് അകം കൂടി ചെറുതായിട്ടൊന്ന് എഴുതാം കേട്ടോ. അപ്പോൾ എടുത്തതല്ലേ, അതായത് കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എഴുതുക കേട്ടോ. പണ്ടൊക്കെ കണ്ണെഴുതുന്ന സമയത്ത് കണ്ണിക്കുള്ളൂ എന്നുള്ള പേടി കാരണം കൊണ്ട് കണ്ണിട്ട് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ധൈര്യമായിട്ട് ഇരുന്നിട്ട് ഒരൊറ്റ എഴുത്തങ്ങ് എഴുതുക. കണ്ണ് തിരെ അടഞ്ഞു പോകുമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ കണ്ണിൽ എഴുതുന്ന വിഷയമില്ല. വേറെ ഒരാൾ എഴുതി തരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര പേടി കണ്ണിക്കൊള്ളുമെന്ന്. അപ്പോൾ നമ്മൾ തിരെ കണ്ണടയ്ക്കും. ഷാഡോ നമുക്ക് കുറച്ചിടാവേ. നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഐ ഷാഡോ എടുക്കാം കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ ഇടുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് എടുക്കുക കേട്ടോ ബ്രഷ്. അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴത്തൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് ഇടാനായിട്ട് നോക്കുക. ബാറൊക്കെയുള്ള ഭാഗങ്ങളിലൊന്നും പറ്റിക്കാതെ കൊണ്ട് കണ്ണിൻ്റെ ചുറ്റുമൊന്നും ആവാതെ കൃത്യമായിട്ട് ഇടുക കേട്ടോ. എനിക്ക് ഈ ഒരു ഐ ഷാഡോയുടെ ഷെയ്ഡ് വളരെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മൂക്കിന് മുകളിൽ നിന്ന് 2 സൈഡിലേക്കും താഴേക്ക് ചെറിയൊരു ലൈൻ പോലെ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ നോസിന് നല്ല നീളം തോന്നിക്കും കേട്ടോ. നീളം കുറവുള്ള മൂക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളം തോന്നിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ആ ഒരു ഷെയ്ഡ് നമ്മളെടുത്തിട്ട് നമുക്ക് അങ്ങനെ അതുപോലെ നിന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ചെറിയ രീതിയിലൊന്ന് ഐലൈനർ കൂടി ഒന്ന് എഴുതാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഐലൈനർ എഴുതാറുള്ളൂ, ഒരുപാട് വലിപ്പത്തിൽ എഴുതാറില്ല. എൻ്റെ കണ്ണ് ചെറിയ കണ്ണായതുകൊണ്ട് ചെറിയ രീതിക്ക് ഐലൈനർ എഴുതാറുള്ളൂ. ഓക്കെ,
ഈ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപാടി എല്ലാം കഴിയും കേട്ടോ. റെഡ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ സൂപ്പർ കളറായിട്ട് തോന്നും. നമ്മുടെ ഫേസിന് നല്ല ഇച്ചിരിയുടെ കളർ കിട്ടും കേട്ടോ റെഡ് ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ. മറ്റുള്ള ലിപ്സ്റ്റിക്ക് പോലെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കൊക്കെ വരുമ്പോഴത്തേനും പ്രത്യേക ഒരു ഭംഗി വരും ലിപ്പിൽ. ലൈറ്റായിട്ട് ഇട്ടാൽ മതി. പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടിയിടുക, ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചെറിയ ഫങ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി കൂട്ടിയിടും. ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ മാല കൂടി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ലോക്കറ്റ് വന്നിട്ട് ചെറിയ വൈറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ കുറച്ചുകൂടി നല്ലതായിരിക്കും. എടുക്കണം. ബാക്ക് വെച്ചൊന്നും ഞാൻ ഹെയറിൻ്റെ അങ്ങനെ ഷോൾ എന്തിനാണ് ഞാനത് കയ്യിലിട്ട് കഷ്ടപ്പെട്ടിരുന്നത് എനിക്കും അറിയില്ല. പക്ഷേ എന്തോ അങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ അങ്ങ് വന്നു പോയത്, അപ്പോൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്കിനി മുടിയൊന്ന് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാം കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഒരു 10-25 മിനിറ്റ് കൂടുതൽ എടുത്താലേ എൻ്റെ മുടി നല്ല രീതിയിലൊന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ മേക്കപ്പിൽ. അല്ലെങ്കിൽ എൻ്റെ ഹെയറിലാട്ടോ, വേറെ പല ഹെയറിലും ആ ഒരു ഹെയറിൻ്റെതായ ഭംഗി ഉണ്ടാവില്ലേ. പക്ഷേ എനിക്കെന്താണ് എൻ്റെ ഹെയറിൽ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചുരുണ്ട് വല്ലാണ്ട് രീതിയിലൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രണ്ട് മാത്രമായിട്ടൊന്ന് ചെറിയ രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴേ എനിക്കില്ല രീതിയിൽ നമ്മൾ ഒരുപാട് അറിയാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ലൊരു രീതിയിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രസ്സ് ലെഹങ്കയാണ്, രസമാട്ടോ കാണാനായിട്ട്, ഒരു വൈറ്റ് ലെഹങ്കയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.